ആമേൻ. സ്തോത്രം. ആത്മീയ മരണങ്ങൾ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സഭ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ദൈവത്തിന് വേണ്ടാത്ത ഒരാൾ പോലും ഇതിനകത്ത് വന്നിട്ടില്ല. ദൈവം തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തി പോലും ഇതിൻ്റെ അകത്തില്ല. ദൈവം കണ്ടിട്ടില്ലാത്തവരാരും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. ഈ വരും ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രിയപ്പെട്ടവരെ എല്ലാം സഹായിക്കട്ടെ. തുടർന്നുള്ള അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 6-ാം-14 വാക്യം വായിക്കുക. If we could turn our attention to 2 Corinthians chapter 6 verse 14. അടുത്ത വാക്യം അവസാനം വരെ വായിച്ചു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. I thank the Lord for this blessed passage of scripture. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കണം. I invite you all to be with reverence and attention before the word of God. നമ്മുടെ മുൻപിൽ തിരുമേശ ശുശ്രൂഷ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. We have the Lord's table prepared before us. സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച് വചനം കേൾക്കണം. Those of you who are baptized and those of you who are planning to take baptism, please pay very close attention to the meditation of this scripture. നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. We live in a very troublesome time. ആമേൻ. സ്തോത്രം. ഏത് വിധേനയും വീഴ്ത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ ശത്രുവിന്റെ തന്ത്രങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a world in which the enemy tries to any which way tries to destroy and to take us away from our relationship with him. വളരെ ദൈവകൃപയോടെ നിന്നാലേ ഇവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. Only if we remain with the grace of God would we be able to recognize the schemes of the enemy. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സർവ്വ ലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. I always remind you that we have a soul within us that has greater value and worth than the whole world. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? How many of you have that confidence? നമ്മുടെ അകത്ത് ഉള്ളത് സർവ്വ ലോകത്തെക്കാൾ വിലയുള്ളതിനെയാണ്. What we have within us is something that is greater value and worth than the whole world. അതുകൊണ്ടാണ് ദൈവത്തുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണ ഭൂമിയിൽ ഇറങ്ങി വന്ന് ആ രക്തവും ജീവനും കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. അവൻ ഈ വിലയുള്ളത് കൊണ്ടാണ്. That is why Christ did not cling on to the glory that he had with God from the beginning of time, but he left his glory behind and came to this earth taking on human form. It is to earn you and I who have a soul which is worth more than the entire world. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, വിലയുള്ള ആത്മാവ്. See, notice we have a valuable, a soul that has great worth. ഒന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞു, വിലയുള്ള ആത്മാവ് അകത്തുണ്ടെന്ന്. Just turn to the person next to you and say, you have a soul that is valuable. Praise the Lord. പിശാച് കേൾക്കണം കേട്ടോ ഇത്. The enemy should hear this proclamation. പറയണം. You should say it such that the enemy hears what you're saying. രോഗമുണ്ട്, കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിലും വിലയുള്ളതിന് ഒരു രോഗവും പിടിച്ചിട്ടില്ല. വിലയുള്ളതിനെ ഒരു പിശാചും തൊട്ടിട്ടില്ല. ഇത് പറക്കുന്ന സാധനമാ. ഇത് ദൈവവുമായി കണക്റ്റഡായ വിഷയമാ. അതിന് ഒരു ക്ഷീണവും വന്നിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ. Hallelujah. Amen. Hallelujah. Praise God. Hallelujah. See, notice, you may have challenges, you may have disease, you may have troubles and problems in this world, but there is no circumstance, there is no situation, there is no sickness, there is no problem that can prevent your soul, that can take away from the value and the worth of your soul, because it is not destined to remain here, but one day it is going to fly and it is going to return to its maker. Praise the Lord. Hallelujah. നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. And so we should be overflowing, we should be filled to the brim with the love of Christ. അവന് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, സാധ്യമായില്ലെങ്കിൽ, അത് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. അതിലും വലുത് ദൈവം
തന്നതോർത്ത് ആ സന്തോഷം ആ സ്നേഹം എപ്പോഴും അകത്തുണ്ടായിരിക്കണം. So when things in this world don't go according to plan, when things don't go your way, do not be disheartened, do not be discouraged, because you should thank the Lord knowing that you have something that is of greater value, that is of an eternal worth. Praise the Lord. കർത്താവേ, രോഗം സൗഖ്യമായില്ലെങ്കിലും അങ്ങന്റെ അകത്തുണ്ടല്ലോ, എന്റെ ആത്മാവ് ഒരുക്കപ്പെട്ടിരിക്കുകയാണല്ലോ. വഴി തുറന്നില്ലെങ്കിലും എന്റെ അകത്ത് ആ സ്നേഹമുണ്ടല്ലോ. വിടുതൽ സംഭവിച്ചില്ലെങ്കിലോ എന്റെ അകത്ത് ആ ദൈവകൃപയുണ്ടല്ലോ. അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. See, even though you have sickness, even when you have disease, you should just think and look at your situation and say to yourself, yes, these problems may exist, but Lord, I thank you because I have something within me that is of far greater value, that is of far greater worth. I thank you for your goodness in my life. Praise the Lord. Hallelujah. അതുകൊണ്ട് ഒരു ദിവസം പറഞ്ഞതുപോലെ കർത്താവിനെ സ്നേഹിപ്പാൻ ആരാധിപ്പാൻ ഒരു കാരണവും വേണ്ട. വീണെടുത്തത് മാത്രം ഓർത്താ മതി, രക്ഷിച്ചത് മാത്രം ഓർത്താ മതി, സ്നേഹിച്ചത് മാത്രം ഓർത്താ മതി. ഇവിടെ ഇരുന്ന് മുഴുവൻ ദൈവത്തെ സ്തുതിപ്പാൻ അത് മാത്രം മതി. And so just as we are constantly reminded, we don't need any extra reasons to praise and worship and to glory and honor the Lord, because it is simply the fact that he redeemed us, simply the fact that he saw us when we, hallelujah, were not worthy. That is more than enough for us to give him the praise. Praise the Lord. Praise the Lord. അപ്പോൾ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന വിലയുള്ള നിത്യതയ്ക്ക് വേണ്ടി പോകാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന നമ്മളോട് ശത്രുവിന് വെല്ലുവിളിയുണ്ട്. And so understand that you and I who have been redeemed by the precious blood of Christ, you and I who have worth and value that is far greater than the entire world, the enemy has set his eyes upon you. He is waging war against your life. വിലയില്ലാത്തത് അപഹരിക്കാൻ മോഷ്ടിക്കാൻ ഒരുത്തനും വരത്തില്ല. See, notice, nobody is going to bother to come and steal something that is worthless. അകത്ത് വിലയുള്ളതിനോട് എന്നും ഒരു കണ്ണുണ്ട്. ഒരു അവസരം കിട്ടിയാൽ കയ്യിലെടുക്കുവാൻ അപഹരിച്ചോണ്ട് പോകുവാൻ പിശാചിന് ഒരു ആഗ്രഹമുണ്ട്. But on the other hand, when there is something that is valuable, the enemy will always have his eyes set upon, because you have something valuable within you. The enemy has always set his eyes upon you to come and steal what you have. ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ കുടുക്കി കളയാൻ പിശാച് തന്ത്രങ്ങൾ ഒരുക്കും. As we heard, hallelujah, the enemy will try to entrap you, try to ensnare you, എവിടെയെങ്കിലും ഒതുക്കി കളയണം, to try and cause you to force you into submission. അതിന് പല തന്ത്രങ്ങളുണ്ട്. And so he plans many schemes. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. And it is one of those that we read just 14 now. വായിച്ചോ. In verse 14. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഒരു നുകം വെക്കുന്ന രണ്ട് മൃഗങ്ങളെ തമ്മിൽ ഒന്നിച്ച് നുകത്തിൽ ബന്ധിക്കുന്ന ഒരു വിഷയത്തോളം ബന്ധത്തിലാണ് ഈ കാര്യം പറയുന്നത്. Apostle Paul here through this passage is using the analogy of a yoke that is being placed on two animals, two load-bearing animals. നമുക്കറിയാം, നിലമൊക്കെ ഉഴുതുമ്പോൾ ഒരേ ശക്തിയുള്ള ഒരേ നിലവാരമുള്ള മൃഗങ്ങൾ തമ്മിൽ ഒന്നിച്ചു നുകം വെച്ചാലേ ആ പദ്ധതി അനുഗ്രഹമായി പൂർത്തീകരിക്കത്തുള്ളൂ. From the study of agriculture, we can understand that in days gone by, when the ground had to be plowed before they had machinery, two animals who were of the same caliber, who were of the same size and strength, had to be yoked together with a wooden beam, and so they would be able to join in partnership, put their strength together for this single purpose. ആവർത്തനം 22:10 വായിക്കുന്നു, കാളയും കഴുതയും ഒന്നിച്ച് പൂട്ടി ഉടരുത്. Deuteronomy chapter 22 verse 10 says a donkey and an oxen should not be yoked together. ഒന്ന് ഓർത്തു നോക്കിയേ, കാളയും കഴുതയും കൂടെ നുകം വെച്ചിട്ട് പൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? Imagine if you took a donkey and an ox and you yoked them together, put them together with the purpose of plowing the field. അപ്പോൾ ചേരേണ്ടത്, ഒന്നിക്കേണ്ടത്, ഒന്നിച്ചു നിന്നാലേ ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ. So what we must understand from this is that those who are supposed to be put together, when they are unified, when they come together with one vision and one goal, the purpose will be fulfilled. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്,
നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ നമ്മൾ ഒന്നിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം. And so we must recognize that as we are here on this earth, we are called to be a people of God. We are redeemed by the blood of Christ. We are born again believers. And so it is paramount that we are united with one goal and one vision. കൊരിന്തിയ സഭയുടെ ആ പശ്ചാത്തലം ജാതിക അന്തരീക്ഷത്തിൽ നിന്ന് അവർ വിശ്വാസത്തോട് വന്നെങ്കിലും എല്ലാത്തിനോടും അവർ കണക്റ്റഡ് ആണ്. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ആരെയും വെറുപ്പിക്കത്തില്ല. എല്ലാം ഒന്നിച്ച് യോജിച്ചു പോകുന്ന പ്രവണതകൾ ആ സഭയ്ക്കുണ്ടായിരുന്നു. If you for a moment studied the context of the people that Apostle Paul writes this letter to, the people of Corinth, though they have now been born again and have come to know Christ, they were a people who were Gentiles, and so they have somehow still held on to some of their past behaviors and past lifestyles. They are still compromising in areas where they shouldn't be compromising. They are being okay with things that they shouldn't be okay with. അതുകൊണ്ട് ദേശത്തിന്റെ സ്വാധീനങ്ങൾ പലപ്പോഴും ദൈവഹിതമല്ലാത്തടത്തോട്ട് നമ്മളെ വലിച്ചോണ്ട് പോകുവാൻ സാധ്യതയുണ്ട്. And so understand that there is an opportunity that many times the influences of the land and the environment around us would try to pull us away from our relationship with Christ. നമ്മൾ പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ സഹകരിക്കണം, സ്നേഹിക്കണം. ലോകക്കാരുണ്ട്, ദുഷ്പ്രവർത്തിക്കാരുണ്ട്. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കാതിരിക്കുവോ, കാണാതിരിക്കുവോ, മിണ്ടാതിരിക്കുവോ ഒന്നുമല്ല എൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എനിക്കൊന്ന് കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അങ്ങനെ ദുർനടപ്പുകാരോട് എന്ത് ചെയ്യരുത്, സംസർഗം അരുത് എന്ന് വെച്ചാൽ അകത്തുള്ള വിഷയം പറയുന്നത് പുറത്തുള്ളവരോട് അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ ലോകം വിട്ടുപോകണമെന്നൊരു വാക്യം അല്ലേ ഉണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ട്, പക്ഷെങ്കിൽ നമ്മളെ സ്വാധീനിക്കരുത് മറ്റ് ശക്തികളൊന്നും. See, notice when we meditate this passage of scripture, we must very clearly understand that this is not talking about being putting people of this world at a distance and saying that I will only speak to people who are born again. I will only speak to people within the church or people who attend church on a Sunday, people who follow Jesus. It's not saying that you shouldn't be friends or shouldn't have interactions with people who are part of the world. There's another passage of scripture that says if you wanted to only interact with the holy brethren, then we would have to leave this world behind and go to some other planet, because while we're on earth, it is inevitable that we will interact with those who are not born again, those who are immoral. That is not what this passage is talking about. Rather, it says we shouldn't allow their influence to take dominion over us. ഭൂമിയിൽ ജീവിക്കുന്നവെങ്കിൽ നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവെങ്കിൽ ലോകക്കാരല്ല, ലോകത്തിന് വേണ്ടിയുള്ളവരല്ല. See, though we live in the world, we are not of the world, and we do not partake in the things of the world. പാപം നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ വേണം വിശുദ്ധിയോടെ ജീവിക്കാൻ. It is in this world that is full of darkness and evil and sin that we are called to live as holy individuals. ഒരു കടലിലൂടെ കപ്പൽ പോകുമ്പോൾ കപ്പൽ വെള്ളത്തിനകത്താണോ? When a ship goes through the sea, is the ship inside the water? ഒരിക്കലും വെള്ളം അകത്ത് കയറരുത്. വെള്ളമുണ്ട്, കപ്പലുണ്ട്, പക്ഷെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ പൊക്കോണം, അകത്ത് കയറിയ അപകടമാണ്. See, a ship when it travels voyages across the oceans, yes, it is surrounded by water, it is traveling upon the seas, but the water should never get inside the ship, because if it does, it will begin to drown. യൂണിവേഴ്സിറ്റി, കോളേജിൽ, സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. There are many young people here who study in high school or in school and university, college. നമ്മളിപ്പം പറയുക വിശ്വാസികളോട് മാത്രമേ മിണ്ടാവൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിശ്വാസിയും കാണത്തില്ല. If we are teaching that you should only speak to people who are born again, you should only speak to Christians, maybe you don't have any Christians in your class. അവരോട് മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ, സഹകരിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. It's not possible that you should only speak to people who are born again believers. നമ്മൾ എല്ലാവരോടും സഹകരിക്കണം, സംസാരിക്കണം. It is important that we participate, or we cooperate with those around us. പക്ഷേ ഒരു അൺഗോൾഡ് ഇൻഫ്ലുവൻസിലോട്ട് നീ പോകരുത്. But we should never be pulled into an ungodly influence. ആ വ്യക്തികൾ, ആ ശക്തികൾ, അവരുടെ രീതികൾ നിന്നെ സ്വാധീനിക്കരുത്. The
the characters, the behaviors, the lifestyles of those people, of their interests should never influence us. ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു ബസ്സിൽ പോകുന്നു, ഒരു ട്രെയിനിൽ പോകുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പാണ്, പക്ഷെങ്കിൽ നീ വിശുദ്ധനാണ്, നീ ദൈവവൈതലാണ്, ദൈവകൃപയുള്ളവനാണ്, ഒരിക്കലും നിന്നെ അവര് നിയന്ത്രിപ്പാൻ വിട്ടുകൊടുക്കരുത്. Yes, you are friends with them, you study in the same class, you speak with them, you spend time with them on your break times, perhaps you travel with them in the bus, but you should never allow their character, their lifestyle to influence you. You should always remember who you are. You are a child of God. Praise the Lord. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് ഒരു പക്ഷെങ്കിൽ മദ്യപിക്കുന്നവർ കാണും, അല്ലെങ്കിൽ പുക വലിക്കുന്നവർ കാണും, മറ്റു പല ദുർശീലങ്ങളുള്ളവർ കാണും. അപ്പോൾ നമ്മൾ പറയും, നീ വലിച്ച കുഴപ്പമൊന്നും, ഞാൻ അടുത്തിരിക്കുന്നതേ ഉള്ളൂ, കാരണം ഞാൻ ദൈവം സ്തോത്രം 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 എന്നൊക്കെ പറഞ്ഞ്. അപ്പം പേരൻസ് പറയും, എടാ നീ അവരോട് എന്ത് ചെയ്യില്ലേ, പോകരുത്, നീ ആ കൂട്ടുകെട്ടി പോകരുത് പറഞ്ഞാൽ ഇവർ പറയും, ഞാൻ ദൈവവൈതലാണ്, എനിക്കൊരു കുഴപ്പം വരത്തില്ല, നീ വലിച്ചോന്നും പറഞ്ഞ് ആ കൂടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സ്തോത്രം കൃപ ഇല്ലെങ്കിൽ, വിശുദ്ധി ഇല്ലെങ്കിൽ, പിന്നെ ഈ പുകയ്ക്കകത്ത് ഇവനെ എന്ത് ചെയ്യണം? അതുകൊണ്ടാ പറഞ്ഞത് ഈ നുകം ഒരു വലിയ പോരാട്ടമാണ്. See, notice, you may have friends who do things that they shouldn't do. Maybe they are engaging in lifestyle activities and choices that you know are wrong. Perhaps it's vaping, or maybe it's drinking alcohol, or taking drugs, or watching things that they shouldn't be watching, talking about things they shouldn't be talking about. You know what I'm talking about? So you might say to yourself that it's okay, I'm a child of God, I'm not doing what they're doing, I'm just friends with them, I just talk with them, I don't actually do the things that they're doing. But what, hallelujah, we are reminded through scripture here is that there is a risk, there is a chance that the enemy will take opportunity, the enemy will take advantage of those moments. And when you are falling short in grace, when you are falling short in your walk with Christ, that you will end up falling into those traps that the enemy has prepared for you. വചനത്തിനകത്തൊരു വാക്യമുണ്ട്, പൗലോസ് അവരെ ബർബരന്മാരെ നേടാൻ എന്ത് ചെയ്തു അല്ലേ, അവരെ പോലായി. ആ വാക്യം ഒന്ന് പറഞ്ഞ്, എല്ലാവരും നേടാൻ ഞാൻ എല്ലാം യഹൂദന്മാരെ നേടാൻ അവരെ പോലായി. അപ്പോൾ ഈ വചനം ചിലരെടുത്തിട്ട് പറയും, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് വെച്ചാൽ ആത്മാക്കളെ അവരെ നേടാനാണെന്ന് പറയും. എന്ത് ചെയ്യും? അങ്ങനെ പോയവരൊന്നും തിരിച്ചെന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടുള്ളതാണ് ഒരു പരമാർത്ഥ സത്യം. അതുകൊണ്ട് വെറുതെ വചനത്തെ വളച്ചൊടിക്കരുത്. നിയോഗമില്ലാതെ ദൈവത്തിന് ആത്മാവ് നമ്മുടെ അകത്ത് റെഡ് അലേർട്ട് തരുമ്പോൾ അവിടെ അതിരിട്ടോണം. നിന്റെ കൃപ, നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന മേഖലകളിൽ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം, പക്ഷെങ്കിൽ ആ സ്വാധീനത്തെ നീ കട്ട് ചെയ്യാനിടയായി തീരണം. Now many of you, because you are so knowledgeable of scripture, might say, Pastor, but there is a verse where Apostle Paul says, to earn the Jews I became like the Jews, to earn the Gentiles I became like the Gentiles, to earn the barbarians I became like the barbarians. And so the reason why I walk and talk like them is so that I can earn them for Christ. But hallelujah, dear children of God, there are many people who tried to do and imitate that, but because of their lack of their relationship with God, instead of earning anyone for Christ, they ended up falling into the same sins that, hallelujah, they were trying to pull people out of. And so let me remind you, let's not, hallelujah, try to bend the scripture as per our will, but as soon as the Holy Spirit convicts us and the Holy Spirit guides us, let us listen to the voice of the Spirit and cut off relationships that are not appropriate, that are not worthy of, hallelujah, our calling and purpose. നുകം നമ്മുടെ കഴുത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വലിക്കുന്ന, അവർ പോകുന്ന ഇടത്തോട്ട് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ബൈൻഡഡ് ആയി പോയാൽ നിന്നെ ഇത് കൊണ്ടുപോയിരിക്കും. Dear child of God, when this passage of scripture talks about a yoke being placed upon cattle, what the analogy that is being used there is very relevant, because when that yoke metaphorically is placed upon you and you are unequally yoked with somebody who is of the world, even if you do not want to, even if you have a desire to do something else, because you are yoked with that person, you will end up going where they go and you will end up doing what they do. ദൈവഹിതമല്ലാത്ത ഈ നുകങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തകർക്കണം. See, the Holy Spirit wishes to destroy yokes that are not according to the will of God. നാം തിരുമേശ ശുശ്രൂഷയുടെ കരങ്ങൾ നിൽക്കുമ്പോൾ ഒരു ദൈവിക സ്വാതന്ത്ര്യം ഇന്ന് പകലിൽ ചില മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. As we come reverently before the Lord's table, I pray in the Spirit that, hallelujah, bondages and yokes, hallelujah, that are not appropriate, that are not according to the will and plan of God would be broken before we leave this sanctuary. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആരുടെയും കഴുത്തിനകത്തൊരു നുകവുമില്ല, എന്നാൽ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള
ബുദ്ധിയുള്ളവൻ തന്റെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ അവൻ എവിടെയൊക്കെ കുരുങ്ങി നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിന്റെ ഇഷ്ടത്തെ ബ്രേക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോകുന്ന ഇഷ്ടമില്ലാത്തത് ദൈവഹിതമല്ലാത്തത് ദൈവ മക്കൾക്ക് ചേരാത്തത് എവിടെയൊക്കെ ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനോ നിന്റെ മേൽ വന്നിരിക്കുന്ന ആ നുകങ്ങൾ അവൻ ആത്മശക്തിയാൽ അഴിയാനിടയായി തീരണം. Now you may look around you and you might think to yourself, I don't see any yokes on anybody's shoulders, but there is one with eyes of fire, and as he looks at every individual who is here, he's able to perceive in the spiritual realm the yokes that are upon your shoulder, the areas in which, hallelujah, you have been unequally yoked with the things of the enemy, where you have been unequally yoked with the, hallelujah, forces of darkness, and the one with eyes of fire wants to deal with your life today and speak to your heart and say, those yokes that are unworthy of your calling, those yokes that are not fitting for a child of God need to be broken in our meeting today. ചില സ്വാധീനങ്ങൾ ഇന്ന് പകൽ ദൈവസഭ ശാസിക്കണം കേട്ടോ. The church ought to, hallelujah, rebuke certain ungodly influences today. നമ്മൾ പ്രസംഗിച്ചിട്ടോ കൺവെൻഷൻ നടത്തിയിട്ടോ ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടോ കാര്യമില്ല. ചില സ്വാധീനങ്ങൾ തകർന്നേ മതിയാകത്തുള്ളൂ. It's not enough that we do meetings and that we do conferences and that we do, hallelujah, conventions. That's not, hallelujah, enough. What we need to do is rebuke the influences of the enemy. ഇരു വള്ളത്തിൽ എന്തേലും കാല് We should not, hallelujah, have our feet on two boats. ഇവിടെയും വേണം. Sometimes we say, I want to be here and I also want to be here. ഒരു വർഷമെങ്കിൽ കുഞ്ഞുങ്ങളെ ചില ബുക്സ് ആയിരിക്കും നിങ്ങളെ സ്വാധീനിക്കുന്നത്. Perhaps it might be some books that want to influence you. മൂവീസ് ആയിരിക്കും നിങ്ങളെ സ്വാധീനിക്കുന്നത്. It might be certain movies that you watch that try to influence you. ടെലിവിഷൻ ഷോസ് ആയിരിക്കും നിങ്ങളെ സ്വാധീനിക്കുന്നത്. It might be TV shows that you watch that influence you. അല്ലെങ്കിൽ വേൾഡ്ലി ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെ സ്വാധീനിക്കുന്നത്. It might be your worldly friends that try to influence you. എവിടെയെങ്കിലും ദൈവഹിതമല്ലാത്ത ഒരു മേഖല ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കുഞ്ഞാ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ആ നുകം നിനക്ക് വേണ്ട, ആ സ്വാധീനം നിനക്ക് വേണ്ട. നീ ദൈവത്തിന് വഴി ചൊവ്വയുള്ള വഴിയിൽ നടക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാണ്. നിന്റെ മേലുള്ള ആ നുകം പൊട്ടിയേ മതിയാകത്തുള്ളൂ. Dear child of God, surrender yourself to the word as you hear this today, and hallelujah, say to him, Father, I want every yoke, hallelujah, that is not appropriate, that is not fitting, that is of the enemy, that is, hallelujah, tied me to the things of darkness. I wish, hallelujah, that by the Spirit you would break it in my life. Can you make that prayer today? നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇതെന്നെ വളർത്താനാണോ തളർത്താനാണോ വരുന്നത് അറിയത്തില്ല. There are many times where we're unable to recognize, is this coming into my life to enable me to grow, or will it cause me, hallelujah, to fall? ദൈവസഭയ്ക്കകത്താണെങ്കിലും സ്നാനപ്പെട്ടെങ്കിലും തിരുമേശ എടുക്കുന്നെങ്കിലും ചില നുകങ്ങൾ ഉള്ളത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കൃപയിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന അഭിഷേകത്തിൽ നിനക്ക് വളരാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നുകം ഇന്ന് പകൽ പൊട്ടിയേ മതിയാകത്തുള്ളൂ. Yes, you may be coming to church. Yes, you may be worshiping. Yes, you may be, hallelujah, reading your Bible. But I tell you that if you are unequally yoked with the things of the enemy, if you are unequally yoked with the forces of darkness, then the Spirit of God wants to remind you today that those yokes need to be broken. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 10 മാസത്തിലോട്ട് നാം കടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന തിരുമേശ ശുശ്രൂഷ നാം ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ വെറുതെ എടുക്കരുത്. പരിശുദ്ധാത്മാവ് ചില നുകങ്ങളെ കട്ട് ചെയ്യണം. സ്വന്തം ചില നുകങ്ങൾ പൊട്ടിയേ പറ്റത്തുള്ളൂ. ദൈവ കൃപയിലോട്ട് വളരാൻ കഴിയാതെ, അഭിഷേകത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ, നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിലും ദൈവസഭയ്ക്കകത്ത് കൂട്ടായ്മയ്ക്കകത്ത് എന്തിന് തിരുവെടുത്തു പോലും നിന്റെ കരത്തിലൊന്ന് എടുത്ത് വായിക്കാൻ കഴിയാതെ, ഭവനത്തിനകത്തൊരു കുടുംബ പ്രാർത്ഥന ഇല്ലാതെ എവിടെയൊക്കെയോ മറ്റൊന്ന് നിന്നെ വലിച്ചോണ്ട് പോകുമ്പോൾ പുഷ്ടി നിമിത്തം മുഖം തകരുന്നതുപോലെ ഇന്ന് മുഖത്ത് പരിശുദ്ധാത്മാവ് തകർക്കാൻ ആഗ്രഹിക്കുക. Dear children of God, I want to tell you today that as we enter into the 10th month of this year, in the areas of your life where the enemy has claimed power, where the enemy has claimed inheritance, where the enemy has tried to unequally yoke you with the things of darkness that cause you to slip away from your relationship with him, that cause you, hallelujah, to slip away from your prayer life, slip away from your Bible meditation, the hallelujah Spirit of the Lord says those yokes need to be broken. Notice, hallelujah, that fellowship that is not appropriate is a yoke. നീ യോജിക്ക
യോജിക്കരുതാത്തടത്തോട്ട് നിന്നെ യോജിപ്പിക്കുക, നീ ചേരേണ്ടാത്തടത്തോട്ട് നിന്നെ ചേർക്കുക. To join you together with the things that you shouldn't be joined with, to put you in places where you should not be. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Are you still with me? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Are you still with me, guys? അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പനോ അമ്മയ്ക്കോ പാസ്റ്റർക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതിനെയും പൊട്ടിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്. നിങ്ങളത് കർത്താവേ ഞാൻ ഫ്രീ ആകണം, ദൈവാത്മാവല്ലാത്ത ഒന്നും എന്നെ റൂൾ ചെയ്യരുത്, ദൈവാത്മാവല്ലാത്ത ഒന്നും എന്നെ ഭരിക്കരുത്. അങ്ങനെ ഞാൻ പോലും അറിയാതെ എന്നെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും മുഖം എൻ്റെ മേൽ ഇന്ന് വാഴുന്നുണ്ടെങ്കിൽ ഈ വചനം എൻ്റെ മേൽ അയക്കണം. എനിക്ക് ഫ്രീ ആകണം, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. ആ മുഖത്തിന്റെ ബന്ധനം അഴിയണം. Dear children of God, we must recognize that the areas of our life that have been taken by the enemy, the areas of our life that darkness has tried to rule, where we are being unequally yoked with the things that we know we shouldn't be yoked with, that we have no fellowship with, that we have no communion with, we should have the prayer that though the pastor, our parents are unable, to do anything about it, if we have a certain submission, the Holy Spirit is able to break every yoke that is not fitting for you and I as a child of God. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നുണ്ട് പുഷ്ടി നിമിത്തം മുഖം തകരുമെന്ന്? Hallelujah. How many of you believe that because of the power of God's Spirit, യേശു yokes will പറഞ്ഞു, be broken? എന്റെ മുഖം എടുക്കാൻ പറഞ്ഞു. Jesus said, take upon yourselves my yoke. മൃദുവായ ലഘുവായ എന്റെ ഒരു മുഖമുണ്ട്. Yeah, Jesus says, my yoke, it is easy, it is light. ഇന്ന് അതിനങ്ങ് വിട്ടുകൊടുക്കുന്നേ. Are we able to submit to that today? പാർക്കാൻ തക്ക വണ്ണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നടത്തുവന്ന് അവിടുന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തെ സഭയുടെ മേൽ അയക്കുകയാണ്. ചില മുഖങ്ങൾ പൊട്ടണം. നിന്റെ പ്രാർത്ഥനയെ ബന്ധിക്കുന്ന, നിന്റെ വിശുദ്ധിയെ ബന്ധിക്കുന്ന, നിന്റെ അഭിഷേകത്തെ ബന്ധിക്കുന്ന, നീ ആഗ്രഹിച്ചിട്ടും ഒരു പരിധിക്കപ്പുറത്തോട്ട് പുറത്തു വരാതിരിക്കുന്ന ആ മുഖം ഇന്ന് പകലിൽ സ്വർഗ്ഗത്തിലെ ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ ശാസിക്കുകയാണ്. തലമുറകൾ ഫ്രീ ആകട്ടെ. Hallelujah. I tell you, in the power of the Spirit of God, that there are yokes that need to be broken. If you're only able to submit yourself to the yoke of Christ, where He says, my yoke, it is easy, my yoke, it is light. If you could surrender yourselves to His yoke and not be unequally yoked with the forces of darkness, with the things of the enemy, the Spirit of God wishes to break it in the name of Jesus. Praise the Lord. Hallelujah. അഭിഷേകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കാര്യം ഉയർത്തി. If you believe that there is such a thing as anointing, എന്റെ മേലൊരു അധികാരം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? if you believe that there is an authority upon me, ഉണ്ടോ? ആർക്കെങ്കിലും അഭിഷേകത്തെ സംശയമുണ്ടോ? does anyone have doubts about their anointing? സംശയമുണ്ടോ? Are you doubtful about your anointing? അന്യഭാഷ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone who doubts the truth, the veracity, hallelujah, of speaking in tongues? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആത്മാവിന്റെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that the power of the Holy Spirit is present when we worship in truth and in spirit? നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you believe that there are things that the Holy Spirit can do that we cannot do? ഇന്ന് പകൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുക. അതിനുശേഷം തിരുമേശ ശുശ്രൂഷ പ്രവേശിക്കുക. പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ മേലുള്ള ശത്രുവിന്റെ മുഖം ഇന്ന് അഴിയണം. Could we just spend 5 minutes in prayer to say, Father, I want, hallelujah, the bondages of the enemy, the yoke, hallelujah, that is of the enemy to be broken? എല്ലാവരും പ്രാർത്ഥിച്ചു. Could every person here, could you close your eyes, could you make this prayer? ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. The Holy Spirit can do it. നീ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. Because you must return. നീ ആത്മാവിൽ ആരാധിച്ചേ പറ്റത്തുള്ളൂ. You must hallelujah worship in spirit. ശുശ്രൂഷയിൽ വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. You must increase in your ministry. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. You must be used by God. പക്ഷേ എവിടെയൊക്കെ നിന്നെ സ്വാധീനിക്കുന്ന, നിന്നെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു മുഖം പോലെ എവിടെയൊക്കെ പിണഞ്ഞു കിടക്കുകയാ. ഇന്ന് പകൽക്കാലം അത് ബന്ധിക്കപ്പെട്ട അത് അഴിഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രാർത്ഥിച്ച് കർത്താവേ, ഹല്ലേലൂയ, ഈ അടുത്ത ഒരു മാസം 10ാം മാസം ദാനം തരുന്നെങ്കിൽ ആത്മാവിന്റെ ഒരു സ്വാതന്ത്ര്യം എന്റെ മേൽ പകരണമെന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ച്. Could you pray in the spirit right now, as every single person has their eyes closed, as every single person offers up a personal prayer to God to say, Father, I want, hallelujah, the yokes of the enemy to be broken from my life. I want the influences of the enemy to be broken from my life. I want to surrender and submit to you, Father. I want your Holy Spirit to take control. I want you to transform and renew my heart.
ലഭിച്ച ദൈവം പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ആമേൻ. മുഖം വേണ്ട, ആ മുഖം ഇനിയും നിനക്ക് വേണ്ട, ആ മുഖം നിന്റെ ഭവനത്തിനകത്ത് വേണ്ട, ആ മുഖം നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വേണ്ട. ഒരു പക്ഷെ രോഗത്തിന്റെ മുഖമായിരിക്കാം, സംശയത്തിന്റെ മുഖമായിരിക്കാം, അവിശ്വാസത്തിന്റെ മുഖമായിരിക്കാം, ഇന്ന് പാപത്തിന്റെ മുഖമായിരിക്കാം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ. Let the bondages of the enemy be broken. If it is the yoke of, hallelujah, disunity, if it is the yoke of fear, if it is the yoke of darkness, if it is the yoke of sin, whatever the yoke may be upon you, I rebuke it in the name of Jesus. According to the word of God, may the Holy Spirit come and manifest. May it start to minister. May the Spirit start to minister in your hearts. ഏതു മുഖവും പൊട്ടും പുഷ്ടി വെളിപ്പെടുമ്പോൾ, അഭിഷേകം വെളിപ്പെടുമ്പോൾ, ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, ഏത് പഴക്കമുള്ള മുഖമാണേലും എത്ര ശക്തിയുള്ള മുഖമാണേലും അവൻ അഭിഷേകം പുഷ്ടി നിമിത്തം അത് പൊട്ടും, അത് മുറിയും, അത് തകരും. യേശുവിന്റെ നാമത്തിൽ In the powerful name of Jesus, in the powerful name of Jesus, every yoke would be broken. When the power of the Spirit is manifest, when the power of God is manifest, there is nothing that can stand. There is nothing that can stand. പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ചില മുഖങ്ങൾ ദൈവാത്മാവ് പൊട്ടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് പകൽ നിന്നെ ഫ്രീ ആക്കുകയാ. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഫ്രീ ആക്കുകയാ. പുറത്തു വാ, പുറത്തു വാ, പുറത്ത്. ഇമോഷണലി നിന്നെ ബന്ധിച്ച ബന്ധനം അഴിയട്ടെ. മാനസികമായി നിന്നെ കെട്ടിയ ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ മുഖം പൊട്ടട്ടെ, ആ മുഖം പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ കൃപ വ്യാപരിക്കുകയോ. നിന്നെ പുറത്തു കൊണ്ടുവരികയോ പരിശുദ്ധാത്മാവ്. നിന്നെ പുറത്തു കൊണ്ടുവരികയോ, നിന്നെ പുറത്തു കൊണ്ടുവരികയോ. യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനം അഴിഞ്ഞിട്ട് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ദൈവാത്മാവിന്റെ എല്ലാ സകല സ്വാധീനങ്ങൾ ചില കുടുംബങ്ങളെ വിട്ടഴിയട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ, ദുരാത്മാവിന്റെ ആലോചനകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകരട്ടെ. നീരിനെ ജലാശയമാക്കി തീർക്കുന്ന കണ്ണുനീർ താഴ്വരകളെ ജലാശയമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നപ്പോൾ ഇവിടെ വ്യാപരിക്കുകയാണ്. ഒരു മുൻമഴ, അനുഗ്രഹപൂർണമാകുന്ന ഒരു മുൻമഴ നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തിന് വേണ്ടി, നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തിന് വേണ്ടി ഒരു മുൻമഴ. ദൈവസഭ ജയത്തിന്റെ കൊടി ഇന്ന് പകൽക്കാലം ഉയർത്തുകയാണ്. ജയത്തിന്റെ കൊടി. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, അതിനെ ജയിക്കയില്ല.